സീക്രട്ട് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്രട്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിമന്യമാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ സംബന്ധിക്കുന്നതിനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലെ ദീപഗിരി സെന്റ് തോമസ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവപ്രമാണങ്ങളിലെ 6-ാം പ്രമാണത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ഡേസി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. 2 അതിലധികമോ ഭാര്യമാരുള്ള ഒരാൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചാൽ അയാൾക്ക് ബഹുഭാര്യത്വം തുടരാമോ? വളരെ സങ്കീർണമായൊരു ചോദ്യമാണ് ടീച്ചർ ചോദിച്ചിരിക്കുന്നത്. അതായത് വിശ്വാസം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരാൾ ബഹുഭാര്യാത്വത്തിലായിരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബഹുഭാര്യാത്വം ഒരു സാഹചര്യത്തിലും ക്രൈസ്തവ വിശ്വാസവുമായി ഒത്തുപോകാത്ത കാര്യമാണ്. കാരണം ആ വ്യക്തി വിവാഹമെന്ന കൂദാശ സ്വീകരിക്കണം. കാരണം ആ വ്യക്തി അതിനു മുമ്പ് നടത്തിയ ബന്ധം അല്ലെങ്കിൽ ജീവിച്ചിരുന്നത് വിവാഹമെന്ന കൂദാശയല്ല, അവർ കുടുംബജീവിതം നയിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. വിവാഹമെന്ന കൂദാശ സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? ആ വ്യക്തി ഒരാളെ മാത്രമേ വിവാഹം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് പറയുമ്പോൾ കുറേ സാമൂഹിക മാനങ്ങൾ അതിന് ശേഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അയാൾക്ക് 3-4 ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരെല്ലാം പിള്ളേരും ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളോടും ജീവിത പങ്കാളിയോടുമുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ ഭർത്താവിന് ഒഴിഞ്ഞു മാറാൻ പറ്റിയാൽ അയാളുടെ ഉത്തരവാദിത്വമാണ് തൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും ശുശ്രൂഷിക്കുക, അവരുടെ ഭാവി സുരക്ഷിതമാക്കുക. അത്തരം ഉത്തരവാദിത്വങ്ങളെല്ലാം അദ്ദേഹം നിറവേറ്റണം. അതേസമയം വിവാഹമെന്ന കൂദാശയായിട്ട് ഈ എല്ലാവരെയും കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല എന്നതും കൂടി വിശ്വാസപരമായി നാം തിരിച്ചറിയണം. ഒന്നുകിൽ അദ്ദേഹത്തിന് അതിൽ ഒരാളെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാം. അത് കൂടുതൽ കലഹത്തിന് കാരണമാകുമെങ്കിൽ അദ്ദേഹം ഇത്രയും കാലം 5-6 പേരെയും കൊണ്ട് നടന്നല്ല, ഇനി അടങ്ങി ഒതുങ്ങി വിരക്തിയുടെ ജീവിതം നയിക്കുന്നതും ഗുണകരമായ ഒരു മാർഗമാണ്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, പേരെന്തായിരുന്നു? എമ്മാനുവൽ. എമ്മാനുവലിന്റെ ചോദ്യം എന്താണ്? പിതാവേ, അടക്കമെന്ന പുണ്യം ശുദ്ധതയ്ക്ക് അനിവാര്യമാണല്ലോ. വസ്ത്രധാരണം അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള അഭിവാദ്യ രീതികൾ, ഇവയിലുള്ള നിരീക്ഷണം എന്ന് പറയാമോ? അതായത് ഈ അടക്കം ഒതുക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അടക്കേണ്ടതിനെ അടക്കിയും ഒതുക്കേണ്ടതിനെ ഒതുക്കിയും വെക്കുന്നതിനെയാണ് അടക്കം ഒതുക്കം എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് വളരെ ആപേക്ഷികമായൊരു വിഷയമാണ്. ഒരു സംസ്കാരത്തിൽ ശരിയായൊരു കാര്യം വേറൊരു സംസ്കാരത്തിൽ ശരിയാകണമെന്നില്ല. അതായത് നമ്മൾക്ക് ഇവിടെ ഏറ്റവും സഭ്യമെന്ന് തോന്നുന്നത് അവർക്ക് അവിടെ അസഭ്യമായിട്ട് തോന്നാം. അവർക്ക് നല്ല വസ്ത്രധാരണം എന്ന് തോന്നുന്നത് നമുക്ക് ഇവിടെ മോശമായിട്ട് തോന്നാം, അല്ലേ? സായിപ്പ് ഇവിടെ വരുമ്പോൾ ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്നു, ഇവന് തുണി മേടിക്കാൻ കാശില്ല, ഇവൻ എന്നാ ഇത് കൂടി ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. വലിയ ബർമുഡായിട്ട് സായിപ്പിനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. അത് കാലാവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. നമ്മുടെ വസ്ത്രധാരണങ്ങളൊക്കെ രൂപീകരിക്കപ്പെട്ടത് കാലാവസ്ഥയുമായിട്ട്, തണുപ്പ് ചൂട് ഇതൊക്കെയായി ബന്ധപ്പെട്ട വസ്ത്രധാരണ രീതിയാണ് മനുഷ്യനുള്ളത് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഓരോ സംസ്കാരത്തിനും ചേരുന്ന വസ്ത്രധാരണ രീതികൾ അവർ അനുവർത്തിക്കുന്നതിനെ നമ്മൾ ഇവിടെ വിമർശിക്കേണ്ട കാര്യമില്ല. യൂറോപ്യൻസിൻ്റെ വസ്ത്രധാരണം മോശമാണെന്നും നമ്മുടേത് ശരിയാണെന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ വസ്ത്രധാരണത്തിൽ നമ്മൾ എപ്പോഴും മിതത്വം പാലിക്കണം, അടക്കം പാലിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇതാണ്,
നമ്മുടെ ശരീരത്തെ ഒരു പ്രലോഭന വസ്തുവായോ ഉപഭോഗ വസ്തുവായോ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നമ്മൾ ഒഴിവാക്കണം. ഇതാണ് അതിലൂടെ സഭയ്ക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഇന്ന വസ്ത്രമാണ് എല്ലാവരും ധരിക്കേണ്ടത് എന്ന് സഭ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വസ്ത്രധാരണത്തിൽ ഓരോ പ്രദേശത്തും വ്യക്തികൾക്കുമുള്ള സ്വാതന്ത്ര്യത്തെ സഭ ബഹുമാനിക്കുന്നു. പക്ഷെ അതേക്കുറിച്ച് ഈ ഒരു പൊതുതത്വം മാത്രമേ സഭയ്ക്കുള്ളൂ. സ്വന്തം ശരീരത്തെക്കുറിച്ച് അവമതിപ്പ് തോന്നുന്ന രീതിയിൽ നമ്മൾ ശരീരപ്രദർശനങ്ങൾ നടത്തുകയും മറ്റുള്ളവർക്ക് പാപ കാരണമാകുന്ന രീതിയിൽ ശരീരത്തെ പ്രദർശിപ്പിക്കുകയും ചെയ്യരുത്. വസ്ത്രധാരണത്തിൽ അടക്കവും ഒതുക്കവും വേണം എന്ന് പറയുന്നതിലൂടെ സഭ ലക്ഷ്യമാക്കുന്നതാണ്. ഇനി വിവിധ തരത്തിലുള്ള അഭിവാദന രീതികൾ എന്നാണ് എമ്മാനുവൽ പറഞ്ഞത്, അല്ലേ? അഭിവാദന രീതികളെക്കുറിച്ച് പറയുമ്പോൾ ചില സംസ്കാരങ്ങളിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നവരുണ്ട്. ചിലർ കെട്ടിപ്പിടിച്ചാൽ വിടിയല്ല, കുറേ നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അല്ലേ? പല ആവർത്തി കെട്ടിപ്പിടിക്കുന്നവരെയാണ്. ഇതൊക്കെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊന്നും വിധിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് ഒരുപക്ഷെ ഈ ഭാരതീയ രീതി നമസ്തേ എന്ന് പറഞ്ഞ് കൈകൂപ്പി കാണിക്കുക അതൊരു നല്ല രീതിയാണ്. പക്ഷെ അതല്ലാത്തതെല്ലാം മോശമാണെന്ന് നമ്മളങ്ങ് വിധിക്കേണ്ട കാര്യമില്ല, ഇല്ലേ? കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വെറുതെ അങ്ങ് കയറി ഉമ്മ വയ്ക്കുകയല്ല. അത്തരം ഉമ്മ വെക്കലുകൾക്ക് വ്യത്യസ്തതയുണ്ട്. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും കയറി ഉമ്മ വെക്കുകയാണെന്ന് പറയുന്നത് അതല്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണ് ചുംബിക്കുന്നത് എങ്കിൽ അത് പ്രത്യേകതരം ചുംബനമാണ്. ബന്ധമില്ലാത്തവർ തമ്മിലാണ് ചുംബിക്കുന്നത് എങ്കിൽ അത് വേറൊരു തരം ചുംബനമാണ് അത് അവർ നൽകുന്നത്. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ കയറി ആദ്യം മുൻകൈ എടുത്ത് ചുംബിക്കരുത്. ഈവൻ ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുക്കുക. പാശ്ചാത്യ സംസ്കാരത്തിൽ സ്ത്രീ പുരുഷൻ്റെ നേരെ കൈ നീട്ടുകയോ ആ സ്ത്രീ ആദ്യം ഹഗ് ചെയ്യുകയോ ചെയ്താലല്ലാതെ പുരുഷൻ ആദ്യമേ കയറി സ്ത്രീയുടെ കൈ പിടിച്ച് കുലുക്കുകയോ പുരുഷൻ ആദ്യമേ കയറി സ്ത്രീയെ ഹഗ് ചെയ്യുകയോ ചെയ്യുന്നത് എന്താണ്? അത് മാന്യതയില്ലാത്ത പ്രവൃത്തിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് പാശ്ചാത്യ സംസ്കാരത്തിൽ കണ്ട പെണ്ണുങ്ങളെല്ലാം കയറി കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ് എന്ന് പണ്ടേതോ സിനിമയിൽ ഡയലോഗ് പറഞ്ഞതുപോലെ അവിടെ ചുമ്മാ ഉമ്മ വെച്ച് കളിക്കുകയാണ് എന്ന് പറയുന്ന ആ രീതിയൊന്നും പാശ്ചാത്യ നാട്ടിലില്ല. അവിടെയും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ താല്പര്യങ്ങളെയും മാനിച്ചുകൊണ്ടുള്ള അഭിവാദ്യ രീതികൾ തന്നെയാണ് പാശ്ചാത്യ നാട്ടിലുള്ളത്. പാശ്ചാത്യർ മുഴുവനും അശ്ലീലം കാണിച്ച് ജീവിക്കുന്നവരാണ് എന്നുള്ള നമ്മുടെ ഒരു ധാരണയിൽ നിന്നാകാം ഒരുപക്ഷെ അത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത്. അത് ശരിയല്ല. അഭിവാദ്യ രീതികൾ ഓരോ സംസ്കാരത്തിലും വ്യത്യസ്തമാണ്. ചിലർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, ചിലർ കൈകൂപ്പി കാണിക്കും, ചിലർ കൈ ഉയർത്തി കാണിക്കുന്നതായിരിക്കും. ഓരോ സംസ്കാരത്തിൽ അതിൻ്റെ വ്യത്യാസങ്ങളെ സഭ മാനിക്കുന്നു. അതുകൊണ്ട് ഇന്നതാണ് ഏറ്റവും നല്ല അഭിവാദ്യ രീതി എന്ന് പറയാൻ സഭ താല്പര്യപ്പെടുന്നത്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, സഭയിൽ വിവാഹം അസാധുവാക്കാൻ പരിശ്രമിക്കുന്നതിനിടെ കാലതാമസം മൂലം രജിസ്റ്റർ മാരേജ് ചെയ്ത് നിയമാനുസൃതം ജീവിക്കുന്നവർ വ്യഭിചാരം എന്ന തിന്മയിൽ ഉൾപ്പെടുമോ? സാറ് ചോദിച്ചത് സഭയിൽ വിവാഹം അസാധുവായി പ്രഖ്യാപിക്കാൻ പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തി മാത്രം പരിശ്രമിച്ചുകൊണ്ട് കാര്യമില്ല. ഈ അസാധുവായി പ്രഖ്യാപിക്കാൻ തക്ക കാരണങ്ങളുണ്ടോ എന്ന് സഭ വളരെ കൂലങ്കഷമായി വിലയിരുത്തും. അല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഭാര്യയുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരുത്തിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ഉടനെ ചെന്ന് അപേക്ഷ കൊടുക്കുകയാണ്, ഇവളുമായിട്ടുള്ള വിവാഹം അസാധുവായി പ്രഖ്യാപിച്ചു തരണം, കാരണം ഞാൻ വേറൊരു സാധുവിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൺട്രോൾ പോയി കല്യാണം കഴിച്ചു എന്ന് പറയുന്നതൊന്നും ന്യായമായ കാര്യങ്ങളല്ല. അത് വിവാഹമെന്ന കൂദാശയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ജീവിത പങ്കാളിയോടൊത്ത് ജീവിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇനി ഏതെങ്കിലും കാരണവശാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു വിവാഹം അസാധുവാക്കാൻ തക്ക കാരണങ്ങളുണ്ട് എങ്കിൽ
ആ കാരണങ്ങളെ പ്രതി അപേക്ഷിക്കുക. ആ അപേക്ഷ നിയമപരമായി പഠിച്ച് മറുവ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ട ശേഷം രണ്ടുപേരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷം സഭാ കോടതിയിൽ നിന്ന് വിവാഹം അസാധുവായി പ്രഖ്യാപിച്ചാൽ ആ വ്യക്തിക്ക് വിവാഹം കഴിക്കുന്നതിന് തടസ്സമില്ല സഭാപരമായി. അങ്ങനെ സഭാപരമായി അനുവദിക്കുന്നതിന് മുൻപ് ഒരു വ്യക്തി രജിസ്റ്റർ മാര്യേജ് ചെയ്ത് ജീവിക്കുകയാണ് എങ്കിൽ സഭാ വിശ്വാസമനുസരിച്ച് ആ വ്യക്തി 6-ാം പ്രമാണം ലംഘിച്ചാണ് ജീവിക്കുന്നത്. അത് മറ്റു കൂദാശകൾ സ്വീകരിക്കുന്നതിന് തടസ്സമാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇത്ര വ്യക്തമാണല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, എന്താണ് ചോദ്യം? പിതാവേ, സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്രിമ ജനന നിയന്ത്രണ മാർഗങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ സ്വാഭാവികമായതിനെ സഭ അംഗീകരിക്കുന്നുണ്ട്, കൃത്രിമമായതിനെ സഭ തെറ്റാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിനെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കൃത്രിമമായതിനെ തെറ്റാണെന്ന് നമ്മൾ സഭ അംഗീകരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? യെസ്, അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലരും ഉന്നയിക്കാറുള്ള ഒരു അടിസ്ഥാന വിഷയമാണിത്. അതായത് ജനന നിയന്ത്രണം എന്നുള്ളത് സഭയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമല്ല. കാരണം ലൈംഗിക ബന്ധങ്ങൾ, അതിന് 2 ലക്ഷ്യങ്ങൾ, വിവാഹത്തിലെ ലൈംഗികതയെ അല്ലെ വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് സഭ പഠിപ്പിക്കുന്നത് എന്താണ്? സ്നേഹം ചൊരിയുക, ജീവൻ പകരുക, ഉണ്ടായ കുഞ്ഞുങ്ങളെ ക്രിസ്തീയ അരൂപിയിലും മനുഷ്യോചിതമായും വളർത്തുക. ഇതൊക്കെയാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ. പ്രധാനപ്പെട്ടത് ഏതാണ്? സ്നേഹം ചൊരിയുക, ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം, അതുപോലെ ജീവൻ പകരുക. ഇത് ഈ 2 ലക്ഷ്യങ്ങളെ പിൽക്കാല സഭാപഠനങ്ങൾ വീണ്ടും ഒരുമിപ്പിച്ചിട്ടുണ്ട്. അതായത് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹമാണ് പരമപ്രധാനം. ആ സ്നേഹം പ്രകടമാകുന്ന പല വഴികളിൽ ഒന്നാണ് അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം അഥവാ ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ലൈംഗിക ബന്ധങ്ങളും ജീവനിലേക്ക് തുറവിയുള്ളതായിരിക്കണമോ വേണ്ടയോ തുടങ്ങിയ ദൈവശാസ്ത്രപരമായ ചർച്ചകൾ വളരെ സജീവമാണ്. ഇവിടെ സഭയുടെ നിലപാട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് മറ്റാരും ക്രമീകരിച്ചതല്ല. മനുഷ്യനിൽ ലൈംഗികത നിക്ഷേപിച്ച ദൈവം തന്നെ അവനിൽ ലൈംഗികതയ്ക്ക് വരുത്തിയ ചില ക്രമമാണ് സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത്. അതായത് ഒരു സ്ത്രീ എപ്പോഴും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റിയ അവസ്ഥയിലല്ല. ഒരു മാസത്തിൽ നിശ്ചിത ദിവസങ്ങൾ മാത്രമേ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റുന്ന അവസ്ഥയിൽ ആയിരിക്കുന്നുള്ളൂ, ഇല്ലേ? അത് നിങ്ങൾ സ്ത്രീകൾ കണ്ടുപിടിച്ചതുമല്ല, ഭർത്താവ് ക്രമീകരിച്ചതുമല്ല. അതാര് ചെയ്തതാണ്? ദൈവം ചെയ്തതാണ്. ദൈവം അപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നു. സന്താനങ്ങളുടെ ജനനത്തിന് ദൈവം വരുത്തിയ ക്രമീകരണമാണ് സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗം. അതിനെ ജനന നിയന്ത്രണ മാർഗം എന്ന് വിളിക്കുമ്പോഴാണ് ഈ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. അതായത് ജനനത്തെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിന് ദൈവം വരുത്തിയ ചില ക്രമം എന്നതിനെ മനസ്സിലാക്കിയാൽ മതി. അത് തെറ്റല്ല എന്ന് തന്നെ സഭ പറയുന്നു. കാരണം എന്താണ്? അവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല അവിടെ അവർ ബന്ധത്തിലേർപ്പെടുക. മറിച്ച് അവിടെ എന്താണ് ലക്ഷ്യം? അവർ സ്വാഭാവിക ബന്ധത്തിലേർപ്പെടുന്നു, പക്ഷേ ആ നാളുകളിൽ കുഞ്ഞുങ്ങൾ ജനിക്കില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണത്. അതുകൊണ്ട് അതിനകത്ത് തെറ്റില്ല. എന്നാൽ കൃത്രിമ ജനന നിയന്ത്രണ മാർഗങ്ങളിൽ എന്താണ് സംഭവിക്കുക? ദൈവം പറയുന്നൊന്നുമല്ല ഞങ്ങളുടെ വിഷയം, ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ ബന്ധപ്പെടും, അത് കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഞങ്ങൾക്ക് ശല്യവും
ബാധ്യതയുമാണ്. അതൊഴിവാക്കാൻ വേണ്ടി സ്ത്രീയെ വന്ധ്യംകരിക്കുന്ന രീതിയുണ്ട്, അല്ലെ പുരുഷനെ വന്ധ്യംകരിക്കുന്നതാകാം, അല്ലെങ്കിൽ താൽക്കാലികമായ ജനന നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാകാം. അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ദാമ്പത്യത്തെക്കുറിച്ചുള്ള സൃഷ്ടാവിൻ്റെ പദ്ധതിയിലുള്ള കടന്നുകയറ്റവും കയ്യേറ്റവുമായിട്ട് മനസ്സിലാക്കണം എന്നാണ് അതിനെക്കുറിച്ച് ഹ്യൂമാനെ വീത്തെ, മനുഷ്യജീവൻ എന്ന പേരിൽ പോളാറാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ചാക്രിക ലേഖനം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പഠിപ്പിക്കുന്നത്. ആ ഒരു പഠനത്തിൽ സഭ ഇതുവരെയും മാറ്റം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൃത്രിമ ജനന നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രബോധനം ഇന്നും ഈ ഒരു ചാക്രിക ലേഖനത്തിൻ്റെ പഠനമാണ്. അതുകൊണ്ട് സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗങ്ങളെ സഭ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ കൃത്രിമ മാർഗങ്ങൾ സൃഷ്ടാവിൻ്റെ പദ്ധതിയിലുള്ള കടന്നുകയറ്റം എന്ന രീതിയിലും, അതുപോലെ ദാമ്പത്യബന്ധം ജീവനിലേക്ക് തുറവിയുള്ളതായിരിക്കണം എന്നുള്ളതിനെ ബോധപൂർവം കൃത്രിമമായി തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതിനാലും അത് തെറ്റാണ് എന്നാണ് സഭയുടെ നിലപാട്. വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, എന്താണ് ചോദ്യം? പിതാവേ, ജ്ഞാനസ്നാന പ്രതിജ്ഞകളോടെ വിശ്വസ്തത പുലർത്തുവാനും പ്രലോഭനങ്ങളെ നേരിടുന്നതിനും വിശുദ്ധി ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഒരാൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്? ജ്ഞാനസ്നാനം സ്വീകരിച്ച് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തികളാണ് ഓരോ ക്രൈസ്തവനും. അത് സംശയമില്ലാത്ത കാര്യം. ആ ക്രൈസ്തവൻ ജീവിക്കേണ്ടത് എല്ലാ തരത്തിലുള്ള അശുദ്ധിയുടെ പ്രലോഭനങ്ങൾ സംലഭ്യമായ ഒരു ലോകത്താണ്, അല്ലേ? എവിടെ തിരിഞ്ഞാലും, കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ തിരഞ്ഞാലും ഏത് അശ്ലീലവും സംലഭ്യമാകുന്നു എന്നുള്ളത് സങ്കടകരമാണ്. അതുപോലെ കേൾവിയിൽ, കാഴ്ചയിൽ എല്ലാം പ്രലോഭനത്തിൻ്റെ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെ പരിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും? ഇതാണ് അടിസ്ഥാനപരമായൊരു ചോദ്യം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. നമ്മളൊരു ചാണകക്കുഴിയിലേക്ക് എന്ന് എടുത്തു ചാടിയിട്ട് അയ്യോ ദേഹത്ത് ചാണകം പറ്റിയല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന വല്ല കാര്യമുണ്ടോ? ചാണകക്കുഴി ചാടിയാൽ എന്ത് പറ്റും? ചാണകം പറ്റും. എന്നതുപോലെ നമ്മൾ ഈ പോർണോഗ്രഫിയെ, അതുപോലെ തന്നെ ബ്ലൂ ഫിലിമുകൾ, ഇങ്ങനെയുള്ള അശ്ലീലവും അശുദ്ധവുമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആഴ്ത്തിക്കഴിഞ്ഞാൽ, എന്നിട്ട് വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അത് അശുദ്ധിയുടെ ഇത്തരം മേഖലകളിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കാനുള്ള തീർച്ചയും തീരുമാനവും നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ശരിയായ ബോധവൽക്കരണത്തിലൂടെ ഇത്തരം മേഖലകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സന്നദ്ധത ആർജിക്കുക. രണ്ടാമത്, നമ്മുടെ ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ച് തന്നെയുള്ള ശരിയായ അറിവ് നമുക്ക് ആവശ്യമുണ്ട്. ഏതാണ് ശരിയായ പ്രവൃത്തി, ഏതാണ് തെറ്റായ പ്രവൃത്തി എന്നുള്ള ശരീരത്തെക്കുറിച്ചുള്ളൊരു അഭിമാനം നമുക്ക് ആവശ്യമുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ഒരു പുസ്തകമുണ്ട്, തിയോളജി ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അപ്പോൾ ശരീരത്തെക്കുറിച്ചുള്ള മതിപ്പ്, അത് ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും എന്നാണ് മാർപ്പാപ്പ അവിടെ പറയുക. മൂന്നാമതായി, കൗദാശിക ജീവിതത്തിൽ ആഴപ്പെടുക, അടുക്കൽ കുമ്പസാരിക്കുക, പ്രലോഭന സാഹചര്യങ്ങളെ ഏറ്റുപറയുക. ഏതെങ്കിലും തരത്തിൽ ഈ ലൈംഗിക വിശുദ്ധിക്ക് വിരുദ്ധമായത് സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റുപറഞ്ഞ് പാപപ്പൊറുതി നേടി വീണ്ടും വിശുദ്ധമായ ജീവിതത്തിലേക്ക് നീങ്ങാൻ പരിശ്രമിക്കുക. വീണ്ടും നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, ദൈവവചനം, അത് ജീവനുള്ള വചനമാണ്. ദൈവവചനം എന്ന് പറഞ്ഞൊരു സന്ദേശം പറയുന്നല്ല, വചനം എന്ന് പറയുന്ന ജീവിക്കുന്ന ദൈവം തന്നെയാണ്. അതുകൊണ്ട് തിരുവചനങ്ങൾ നമ്മൾ വായിച്ച്, അത് ചില വിശുദ്ധിയെക്കുറിച്ചുള്ള വചനങ്ങൾ ഉരുവിട്ട് നമ്മൾ ആവർത്തിക്കുമ്പോൾ ശരിക്കും
അത് നമ്മൾക്ക് വിശുദ്ധിയിൽ വളരാൻ വലിയ ഊർജവും കരുത്തും തരുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കാൻ വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയും, ഏറ്റവും പരിശുദ്ധമായ ശരീരത്തെ കാണുക എന്നുള്ളതാണ് അതിനുള്ള പോംവഴി. നമ്മുടെ ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കാനുള്ള വഴി ഏറ്റവും പരിശുദ്ധമായ ശരീരം കാണുക, അതായത് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും പരിശുദ്ധമായ ശരീരം. അതിന് മുൻപിൽ പോയി ആരാധന നടത്തുക. പരിശുദ്ധ കുർബാനയുടെ മുമ്പിലുള്ള ആരാധന ഒരു വ്യക്തിയെ വിശുദ്ധിയിൽ വളർത്താൻ ഏറെ സഹായകമായ സത്യമാണ്. അവസാനമായി എല്ലാ വിശുദ്ധിയുടെയും വഴികളെ ഏറ്റവും വിശ്വസ്തയോടെ നടന്ന പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മാധ്യസ്ഥം തേടുക, ജന്മപാപമില്ലാതെ ഉത്ഭവിക്കുകയും പാപമാലിന്യത്തിൻ്റെ കറപുരളാതെ ജീവിക്കുകയും ചെയ്ത നിത്യകന്യകയായ പരിശുദ്ധ മറിയം വിശുദ്ധിയിൽ വളരാൻ ഓരോ വിശ്വാസിക്കും വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നവളാണ്. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്നുള്ള സുഹൃതജപം ആവർത്തിച്ച് ചൊല്ലുക. അങ്ങനെ വിശുദ്ധിയിൽ വളരാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് എന്നും സഭാമാതാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളിലെ 6-ാം പ്രമാണത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യ പമ്ലാനി പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച ദീപഗിരി സെൻറ് തോമസ് ഇടവകയിലെ മതാധ്യാപകർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവപ്രമാണങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.